എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ സോൾജിയേഴ്സ് അവരാണെങ്കിൽ ലൂഫിക്കും ബഗ്ഗിക്കും നമ്പർ 3ക്കും അവർക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. അവർ ആ ഫ്ലോർ മുഴുവൻ കയറി ഇറങ്ങും. അപ്പോഴായിരിക്കും സെക്കൻഡ് ഫ്ലോറിലുള്ള ആ ക്രിമിനൽസ് അവരിപ്പോ ആ സോൾജിയേഴ്സിന്റെ അടുത്തേക്ക് വരിക. സോൾജിയേഴ്സിനാണെങ്കിൽ അത് കാണുമ്പോ പേടിയാവും. ഇവരെങ്ങനെ പുറത്തിറങ്ങി ഇവരെ ആരാ തുറന്നുവിട്ടെ അവരെങ്ങനെ വണ്ടടിച്ച് ഫേസ് ടു ഫേസ് നോക്കി നിൽക്കാണ്. ഉടനെ അവര് പറയും, ഞങ്ങളുടെ നേതാവ് ബഗ്ഗിയാണ്, ഞങ്ങളെ ബഗ്ഗിയാണ് രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞ് അവരെല്ലാവരും ആ ഫോഴ്സിന്റെ അടുത്തേക്ക് വരാണ്. അവരെ കാണേണ്ട താമസം ആ മിലിറ്ററി ഫോഴ്സ് അവർ ജീവനം കൊണ്ട് ഓടുകയാണ്. പ്രിസണേഴ്സ് ആണെങ്കിൽ കിട്ടിയ തക്കത്തിന് അതിലൂടെ രക്ഷപ്പെട്ടു പോകാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് ഇപ്പൊ ഒരു സോൾജിയർ അവൻ ഏതോ ഒരു പ്രിസണറിൽ നിന്ന് കാര്യമൊക്കെ മനസ്സിലാക്കും. ലൂഫി അവൻ എയ്സിന്റെ ബ്രദർ ആണെന്നും എയ്സിനെ രക്ഷപ്പെടുത്താനാണ് അവൻ ഇവിടേക്ക് വന്നതെന്നും അവനുടനെ ബാക്കിയുള്ള ഓഫീസേഴ്സിനെ എല്ലാം ഈ ഇൻഫർമേഷൻ അത് കറക്റ്റായിട്ട് അറിയിക്കും. ഇവിടെ ആ പ്രിസണേഴ്സ് എല്ലാവരും കിട്ടിയ ഗ്യാപ്പില് പുറത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത നേവി ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ കാർപ്പിനാണെങ്കിൽ അവന്റെ ചിരി അടക്കാൻ പറ്റില്ല. അവനാണെങ്കിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ടേയിരിക്കും. സെൻഗോക്കു ആൾക്ക് കാർപ്പിന്റെ അട്ടഹാസം തീരെ പിടിക്കില്ല. അവൻ പല്ലൊക്കെ കടിച്ച് ഒരുപാട് കലിപ്പില് കാർപ്പിനെ തന്നെ നോക്കും. യു ആർ അൺബിലീവബിൾ, നിങ്ങൾ ഇങ്ങനെ ഒരുത്തനായിരുന്നു. ഇപ്പോ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോ നിങ്ങളെ കൊണ്ട് എങ്ങനെ ഇങ്ങനെ ക്യാഷ്വലായിട്ട് ബിസ്ക്കറ്റ് ഒക്കെ തിന്ന് പൊട്ടിച്ചിരിക്കാൻ കഴിയുന്നു? ആ ലൂഫി അവനൊരു ഒഴിയാ ബാധ പോലെ വീണ്ടും വീണ്ടും നമുക്ക് തലവേദനയാവുകയാണ്. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തിട്ടില്ല എങ്കിൽ അത് വലിയ അപകടമാവും. വേൾഡ് ഗവൺമെന്റിന്റെ ആ വലിയ ഫ്ലാഗ് അതുപോലും അവൻ ഒട്ടിച്ചു നുറുക്കി. വേൾഡ് ഗവൺമെന്റിന്റെ എനിമിയായ റോബിൻ അവളെ രക്ഷപ്പെടുത്തി എനിസ് ലോബി അതവൻ ഇല്ലാതാക്കി. അതിനുശേഷം അവൻ ആ സെലസ്റ്റിയൽ ഡ്രാഗൺസ് അവരെ പോലും അടിച്ച് നശിപ്പിച്ചു. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പൊ ആ പ്രിസണേഴ്സിനെ ലോക്ക് ചെയ്തിരിക്കുന്ന ജയിലിലേക്ക് വന്ന് അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. കാർപ്പിനാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. ആളാണെങ്കിൽ അപ്പോഴും കാഷ്വലായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും. 20 വർഷങ്ങൾക്ക് മുൻപ് ഇംബിൾ ടൗണിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു പോയതാണ്. അന്നത്തെ നാണക്കേട് അതിപ്പോ മാറി വരുന്നതേ ഉള്ളൂ. ഇപ്പൊ ലൂഫി അവനായിട്ട് വീണ്ടും നമുക്ക് വലിയ നാണക്കേടുണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് ഒന്നും പറയാനില്ലേ? അത് കേട്ട് കാർപ്പ് പറയും, എനിക്ക് എന്റെ ഗ്രാൻഡ് സണ്ണിനെ ഓർത്ത് ഇപ്പൊ അഭിമാനം തോന്നുന്നു. ആരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ആള് വീണ്ടും ആർത്ത് അട്ടഹസിക്കും. അവൻ എന്റെ ഗ്രാൻഡ് സൺ തന്നെയാണ്, കാരണം ആർക്കും അകത്തേക്ക് കടക്കാൻ കഴിയാത്ത ആ ഇംപിൾ ടൗണിലേക്ക് അവൻ കടന്നു ചെന്നു എന്ന് പറഞ്ഞ് ഒരു മസാല വട ആളങ്ങനെ കടിച്ചു വലിച്ചു തിന്നും. സെൻഗോക്കു ആണെങ്കിൽ ഇപ്പൊ ടെൻഷനാവും. അങ്ങനെ ആളുടെ കോളറിൽ പിടിച്ച് വലിച്ച് നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ കളിയാക്കി ചിരിക്കും. കാർപ്പ് പറയും, ഞാൻ ആരെയും കളിയാക്കിയിട്ടില്ല. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പരസ്പരം തർക്കിക്കാതെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിനെല്ലാം ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നതാണ്. അതിന് സെൻഗോക്കു അവനിപ്പോ ആ ചിപ്സ് പാക്കറ്റ് പിടിച്ചു മേടിച്ച് അവിടുന്ന് കടന്നു പോവാണ്. അതേസമയം ഇവിടെ ബഗ്ഗിയും ലൂഫിയും നമ്പർ 3യും ആ സിംഹവും അതെല്ലാം 3rd ലെവലിലേക്ക് അടിച്ചു വീണിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഭയങ്കര ചൂട്, അവർക്ക് കാലൊക്കെ പൊള്ളി അവർ തുള്ളാനായിട്ട് തുടങ്ങും. ലൂഫി ആ സിംഹത്തിന്റെ മേലെ വലിഞ്ഞു കയറി ഇപ്പൊ ചുറ്റും നോക്കും. അടുത്ത സ്റ്റെയർ അതെവിടെയാണ്? നിങ്ങൾക്കത് എവിടെയാണെന്ന് അറിയോ? അത് കേട്ട് അവർക്ക് ഒരു മൈനർ അറ്റാക്ക് തന്നെ അവരുടെ നെഞ്ചിലൂടെ വന്നു പോകും. അവിടെ മുൻപിലാണെങ്കിൽ വേറെ വഴിയില്ല. ഉടനെ അവരും ഇപ്പൊ ലൂഫിയുടെ കൂടെ തന്നെ ആ പൊരിയുന്ന ചൂടില് അതിലൂടെ അങ്ങനെ നടക്കാണ്. അവർ കുറച്ചു ദൂരം നടക്കുമ്പോ ഒരു ബേർഡ് അത് ആ ചൂട് സഹിക്കാൻ കഴിയാതെ താഴേക്ക് വീഴും. അതിനുശേഷം അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫ്രൈ ആയി മാറുകയാണ്. ലൂഫിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര വിശപ്പ്. അവൻ ആ ബേർഡിനെ വലിച്ചെടുത്ത് ആക്രാന്തത്തോടെ കടിച്ചു മുറിച്ച് തിന്നും. എന്നിട്ട് വീണ്ടും മുൻപോട്ടേക്ക് നടക്കും. ദൂരത്തായിട്ട് അവരൊരു ജയില് കാണും. നമ്പർ 3 പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോവാം, ഇവിടെ ഭയങ്കര ചൂടാണ്. നമ്മൾ ഇനി ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഉരുകി ഒലിച്ചു പോകും. എനിക്ക് മെഴുക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ആ ജയിലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ അത് ഞാൻ ക്രിയേറ്റ് ചെയ്യാം, അതിലൂടെ നമുക്കത് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് പോവാന്ന് പറഞ്ഞ് അവർ 3 പേരും ആ ജയിൽ ലക്ഷ്യമാക്കി അതിന്റെ അടുത്തേക്ക് നടന്നെടുക്കും. അവർ ആ ജയിലിന്റെ അകത്തേക്ക് നോക്കും. അവിടെയും ഒരുപാട് പ്രിസണേഴ്സ്. അവർക്കാണെങ്കിൽ കഴിക്കാൻ ഫുഡോ വെള്ളമോ ഒന്നുമില്ല. നല്ല പട്ടിണിയിലും ദാഹത്തിലും അവരങ്ങനെ ചൂടെടുത്ത് ഉരുകി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. 50 മില്യൺ ബൗണ്ടി ബെറീസ് അത്രയും വാല്യൂ ഉള്ളവരെയാണ് അവിടെ ലോക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവരുടെ എല്ലാവരുടെ അവസ്ഥ അത് കണ്ടു മനസ്സിലാക്കും. ചില സെല്ലുകളിലും മരക്കട്ടകളിലൊക്കെ വെറും മനുഷ്യരുടെ അസ്ഥി മാത്രമായിരിക്കും കാണുക. ബഗ്ഗിക്കും നമ്പർ 3ക്കും അവർക്ക് 2 പേർക്കും എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണമെന്ന് മാത്രമേ ഉണ്ടാവൂ. പക്ഷെ ലൂഫി അവൻ ആ ബേർഡിനെ കടിച്ചു പറിച്ച് ഇപ്പൊ അവരോട് പറയും, വരൂ നമുക്ക് എത്രയും പെട്ടെന്ന് 4th പോവാം.
അവർക്കാണെങ്കിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ലൂഫി അവരെ രണ്ടുപേരെയും പിടിച്ചു വലിച്ച് മുൻപോട്ടേക്ക് പോകും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ലോങ് ഷോട്ടില് ഒരു സോൾജിയർ ആളാണെങ്കിൽ അവര് പോകുന്ന ഓരോ മൂമെന്റ്സും അങ്ങനെ ചെക്ക് ചെയ്യാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ രക്ഷപ്പെട്ടു പോയ പ്രിസണേഴ്സ് അവരാണെങ്കിൽ വഴിയിൽ കാണുന്ന എല്ലാ സോൾജിയേഴ്സിനെയും അങ്ങനെ തല്ലി തല്ലി നിരപ്പാക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ടൗണിന്റെ ഓരോരോ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അതങ്ങനെ തകർന്നുകൊണ്ടേയിരിക്കും. അതേസമയം ലൂഫിയും ടീമും ആണെങ്കിൽ നടന്ന് വീണ്ടും അവരെവിടെ സ്റ്റാർട്ട് ചെയ്തോ അവിടെ തന്നെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ എന്താ സംഭവിക്കണേ, നമ്മളെങ്ങനെ സ്റ്റെയർ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് ലൂഫി വണ്ടറടിച്ച് നിൽക്കും. അപ്പൊ ആ നേവി ഓഫീസർ ആളുടെ സ്നെയിലിലൂടെ ഓപ്പോസിറ്റുള്ള ആള് പറയും ആ നെറ്റ് ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ ട്രാപ്പ് ചെയ്യാൻ. അടുത്ത നിമിഷം ആ സോൾജിയർ ആളൊരു സിഗ്നൽ കൊടുക്കും. ഉടനെ മുകളിലുണ്ടായിരുന്ന ഒരുപാട് സോൾജിയേഴ്സ് ചേർന്ന് ഒരു കയറ് പിടിച്ച് ആഞ്ഞു വലിക്കും. ആ നിമിഷം തന്നെ നമ്മുടെ ആൾക്കാർ 3 പേരും ഒരു നെറ്റിൽ കുടുങ്ങി മുകളിലേക്ക് പൊന്തും. ലൂഫി ആ നെറ്റാണെങ്കിൽ എങ്ങനെയെങ്കിലും കടിച്ചു തുപ്പാനൊക്കെ ശ്രമിക്കും. അത് സീ പ്രിസൺ സ്റ്റോൺ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത നെറ്റാണ്. സോ അവരെന്തൊക്കെ ചെയ്താലും അവരുടെ പവർ അതിപ്പോ വർക്കൗട്ട് ആവില്ല. ബഗ്ഗി നമ്പർ 3 ആണെങ്കിൽ നിലവിളിച്ച് കരയും. അപ്പോഴേക്കും മാസ്ക് ഒക്കെ ഇട്ട് ഒരുപാട് സോൾജിയേഴ്സ് അവിടേക്ക് ലൈനായിട്ട് വരികയാണ്. അവരുടെ തൊട്ടു പുറകിലായി ആ ബ്ലൂ ഗോറീസും. ലൂഫി ആണെങ്കിൽ വിടാതെ എങ്ങനെയെങ്കിലും ആ നെറ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ സാൾഡത്ത് എന്ന് പേരുള്ള ഒരുത്തൻ അവൻ ബ്രഹ്മാണ്ഡമായിട്ട് അവിടേക്ക് എൻട്രി കൊടുക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അവന്റെ പേരും വിലാസവും ഒക്കെ ചോദിക്കും. അവൻ ലൂഫി ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും കറക്റ്റായിട്ട് ഉത്തരം കൊടുത്ത് ലൂഫിയുടെ അടുത്തേക്ക് നടന്നെടുക്കുകയാണ്. അവൻ പറയും ഇത് എന്റെ ഏരിയ ആണ്, ഇവിടെ വെച്ച് നിങ്ങൾ പിടിക്കപ്പെട്ടത് നിങ്ങളുടെ ഭാഗ്യമാണ്. ഇതിന്റെ അപ്പുറവശത്താണെങ്കിൽ ഒരു ജയന്റ് ഉണ്ട്, അതിന്റെ കയ്യിൽ പെട്ടുപോയ പിന്നെ നിങ്ങൾ ബാക്കി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരെ നോക്കി ചിരിക്കും. ആക്ച്വലി ഈ കൊമ്പൊക്കെ ഉള്ളവൻ അവൻ നമ്മുടെ ആൾക്കാരെ നേരത്തെ തന്നെ പോയിന്റ് ചെയ്തിരുന്നു. അവൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ ആൾക്കാരുടെ മൂവ്മെന്റ് തിരിച്ചറിഞ്ഞ് അവിടെ ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർ നടന്ന് അവരെവിടെ തുടങ്ങിയോ അവിടേക്ക് തന്നെ തിരികെ എത്തിയത്. അപ്പോഴായിരിക്കും ആ സിംഹം അതിന് ബോധം വീഴുക. അതാണെങ്കിൽ ഇപ്പൊ വലയിൽ കിടന്ന് തിരിഞ്ഞു മറിയാൻ തുടങ്ങും. ഉടനെ സോൾജിയേഴ്സിനും അവരുടെ ക്യാപ്റ്റൻ ആ കൊമ്പുള്ള ആൾക്കും അവർക്കാണെങ്കിൽ ഇപ്പൊ പേടിയാവാൻ തുടങ്ങും. അടുത്ത സെക്കൻഡ് ആ ലയൺ നിലവിളിക്കും. എന്നിട്ട് ഫുൾ ഫോഴ്സിൽ അതിന്റെ ബോഡി സ്ട്രെച്ച് ചെയ്യും. അങ്ങനെ സ്ട്രെച്ച് ചെയ്യേണ്ട താമസം ആ ഒരു നെറ്റ് അതങ്ങനെ തകർന്ന് നമ്മുടെ ആൾക്കാരെല്ലാവരും താഴേക്ക് വീഴുകയാണ്. കുഞ്ഞൻ ക്യാപ്റ്റൻ നിലവിളിച്ചു പറയും ആരൊക്കെ മിസ്സായാലും സ്ട്രോ ഹാറ്റ് ലൂഫി അവൻ മാത്രം മിസ്സാവാനായിട്ട് പാടില്ല, എങ്ങനെയെങ്കിലും അവനെ പിടിക്കണം. താഴെ വീഴേണ്ട താമസം ലൂഫി അവൻ ഉഷാറായിട്ട് ഓടും. പക്ഷെ അപ്പോഴേക്കും ആ ബ്ലൂ ഗോറിസ് അവറ്റകളാണെങ്കിൽ കൂട്ടത്തോടുകൂടെ വന്ന് ഇപ്പൊ ലൂഫിയെ റൗണ്ട് ചെയ്യാണ്. ഒരു തവണ ഇതുപോലുള്ള ബ്ലൂ ഗോറസുകളെ അവൻ അടിച്ചു തെറിപ്പിച്ചതാണ്. ലൂഫി വീണ്ടും അവന്റെ പവർ എടുത്ത് ആഞ്ഞെട്ടിക്കും. മിനിറ്റുകൾ വെച്ച് ലൂഫി അവറ്റകളെ തല്ലി അങ്ങനെ ഒരു മൂലക്കിടും. അപ്പൊ നമ്പർ 3യും ബഗ്ഗിയും അവർ രണ്ടുപേരും ഒരു ചുമരിലൊക്കെ പിടിച്ച് മുകളിലേക്ക് വലിഞ്ഞു കയറും. എന്നിട്ട് ലൂഫിക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്ത് ഞങ്ങൾ പോവാണ്, എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാമെന്ന് പറയും. അതിന് ലൂഫിയും തിരികെ ടാറ്റ കൊടുത്തിട്ട് പറയും ഓക്കെ, നിങ്ങൾ എന്നെ ഇത്രയും സഹായിച്ചു, ഇനി ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. ലൂഫി ആണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി ആ സോൾജിയേഴ്സിനെ വെട്ടിത്തിരിപ്പിച്ച് ഉഷാറായിട്ട് ഓടുകയാണ്. അത് കണ്ട് കുഞ്ഞൻ സാൾട്ടത്ത് ആൾക്കാണെങ്കിൽ ഒരുപാട് ദേഷ്യവും ടെൻഷനും ഒക്കെ അങ്ങനെ കൂടി വരും. കാരണം ആളുടെ വലിയൊരു ട്രാപ്പാണ് ലൂഫി ഇപ്പോ സ്പോയിൽ ചെയ്തത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ നമ്മുടെ പ്രിൻസസും ടീമും അവരിപ്പോഴും ദിവസങ്ങളായിട്ട് ആ ലിഫ്റ്റിൽ തന്നെയാണ്. ജയിലിന്റെ മുക്കും മൂലയൊക്കെ കണ്ട് പതിയെ അവര് എയ്സിന്റെ അടുത്തേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്പർ 3യും ബഗ്ഗിയും അവരൊരുപാട് ദൂരെ ഓടി ഒരു സേഫായ സ്ഥലത്ത് വന്നിരിക്കും. അപ്പോഴായിരിക്കും ആരോ പാട്ട് പാടുന്ന സൗണ്ട് നമ്പർ 3 കേൾക്കുക. അവൻ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ആലോചിച്ച് പേടിക്കാൻ തുടങ്ങും. അപ്പൊ ക്യാമറ അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ആ പാട്ടുപാടി ഡാൻസ് കളിക്കുന്നവനെ കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.